കോതമംഗലത്ത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ. താലൂക്കിലെ 5 പഞ്ചായത്തുകളിൽ ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ പുതിയ ഉപകരണം വികസിപ്പിച്ചത്. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെയും NSSൻ്റെയും നേതൃത്വത്തിലാണ് പുതിയ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. സെൻസറുള്ള ഉപകരണം വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് ഉടൻ അലാറം മുഴക്കുന്നു. ഇതിലൂടെ ആളുകൾക്ക് മുൻകരുതലെടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും. ബാറ്ററിയിലും സോളാർ സംവിധാനത്തിലും ഉപകരണം പ്രവർത്തിക്കും. അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിക്കാനാകും. കുറഞ്ഞ ചെലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന സംവിധാനം മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിൽ ഉപകരണം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. സ്വാശ്രയ മേഖലയിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം അക്കാദമിക് രംഗത്തും മറ്റു വിവിധ മേഖലകളിലും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു മൗഢ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു ഉപകരണം, അത് കുട്ടികൾ തന്നെയാണ്, അതാണ് പ്രത്യേകം നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്ത്. തീർച്ചയായിട്ടും ഇത് വനംവകുപ്പിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വനംവകുപ്പ് മേധാവിയുടെയും ഒക്കെ ശ്രദ്ധയിലും ഈ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തെ സംബന്ധിച്ചും ഇതിന്റെ സാധ്യതയെ സംബന്ധിച്ചും അത് ബോധ്യപ്പെടുത്തും. വന്യമൃഗങ്ങളെ നമുക്ക് തുരത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിരൂക്ഷമായി നമുക്ക് മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു 10 മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട്, ലൈറ്റ് ഡിറ്റക്ഷൻ ആണ് കൂടുതലും. അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്തുള്ളത് സൗണ്ട് സെൻസിങ്ങും അതേപോലെ തന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉപകരണത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറ മൃഗങ്ങളുടെ ഫോട്ടോ സ്വയമേവ പകർത്തുകയും അത് ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യുന്ന പുതിയ രീതി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 കോതമംഗലം.